വിശ്വാസം, പൂജാകർമ്മങ്ങൾ, ക്ഷേത്രമാണ് വലുത്, വിശ്വാസമാണ് വലുത് എന്നൊക്കെ ഗോപൻ സ്വാമിയുടെ മക്കൾ വാദിക്കുന്നുണ്ടെങ്കിലും എന്നാൽ അതിനെയെല്ലാം പൊളിക്കുന്നതാണ് നാട്ടുകാരിൽ ചിലരുടെ വാദഗതികൾ. അവരാരും തന്നെ നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ വന്നു നിന്ന് പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. അതിന് കാരണം അവർക്ക് ഭയമാണ്. കാരണം ഇതൊരു വലിയ കേസായി മാറിയാൽ, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ, ഞങ്ങൾ അയലത്തുകാരാണ്, പ്രദേശവാസികളാണ്, അപ്പോൾ പിന്നീട് ഇവരുമായിട്ടൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയം അവർക്ക് ഉള്ളതുകൊണ്ട് അവരാരും ക്യാമറയ്ക്ക് മുന്നിൽ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. പക്ഷേ അവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ ക്ഷേത്രത്തിൽ മുൻപ് പൂജകൾ കൃത്യമായി തന്നെ നടന്നിരുന്നു. 2 വർഷം ഇവിടെ ഉത്സവം നടന്നിരുന്നു. അത് ഈ നാട്ടുകാരും കുടുംബവും എല്ലാം ചേർന്ന് ഗംഭീരമായി തന്നെ ആഘോഷിച്ചതും ഒക്കെയാണ്. എന്നാൽ പിന്നീട് ഈ ഉത്സവം നടക്കുമ്പോൾ പോലും നാട്ടുകാരുടെ പൈസയും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അതായത് പിരിവെടുത്തൊക്കെ തന്നെയാണ് അതും നടത്തിയത്. പക്ഷേ ഉത്സവം കഴിഞ്ഞതിന് ശേഷം ഉത്സവം നടത്തിയതിൻ്റെ വരവ് ചെലവ് കണക്കുകൾ നാട്ടുകാർ ചോദിച്ചതോടെ ഈ കുടുംബക്കാർക്ക് അത് വിദ്വേഷമുണ്ടാകുകയായിരുന്നു. ഗോപൻ സ്വാമിയുടെ മക്കൾ അങ്ങനെ നാട്ടുകാരുമായി ഇടയുകയായിരുന്നു എന്ന് പറയപ്പെടുന്നു. പിന്നീടാണ് ഈ ക്ഷേത്രത്തിലേക്ക് ഈ നാട്ടുകാരിൽ ആരെയും കടത്തിവിടാൻ ഈ കുടുംബക്കാർ തയ്യാറാകാത്തത്. പിന്നീട് പല കാരണങ്ങൾ പറഞ്ഞാണ് ഇവർ നാട്ടുകാരെ ഈ ക്ഷേത്രത്തിൽ നിന്നും അകറ്റി നിർത്തിയത്. സ്ത്രീകൾ ചുരിദാർ ഇട്ട് വരുന്നതിനെ അവർ ചോദ്യം ചെയ്തു. അതായത് ദൈവത്തിന് മുന്നിൽ അത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇട്ട് വരരുത് എന്ന് വാശി പിടിക്കുന്നു. പക്ഷേ അതിനു മുൻപും ചുരിദാറൊക്കെ ഇട്ട് തന്നെയാണ് ഇവിടെ സ്ത്രീകൾ അമ്പലത്തിൽ പോയിരുന്നത് എന്ന് നാട്ടുകാർ പറയുന്നു. പക്ഷേ പിന്നീടാണ് ഈ വരവ് ചെലവ് കണക്കുകൾ ചോദിച്ചതോടുകൂടി തന്നെയാണ് ഗോപൻ സ്വാമിയുടെ മക്കൾക്ക് അത് ഒരു ദേഷ്യമായി മാറുകയും പിന്നീട് സ്ത്രീകളെ ഉൾപ്പെടെ ആരെയും ക്ഷേത്രത്തിലേക്ക് കടത്തിവിടാൻ ഇവർ തയ്യാറാകുന്നില്ല എന്ന് പറയുന്നു. ചുരിദാറും അത്തരത്തിലുള്ള പാൻറ് അത്തരത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ഇട്ട് വരുമ്പോൾ ഇത്തരത്തിലുള്ള വസ്ത്രങ്ങളൊന്നും ഇവിടെ ഞങ്ങൾ അനുവദിക്കില്ല, ദൈവത്തിന് മുന്നിൽ അത്തരത്തിലുള്ള വേഷങ്ങൾ ധരിച്ചു വരണ്ട എന്ന് വാശി പിടിക്കുകയും എല്ലാവരെയും അവിടെ നിന്ന് അകറ്റുകയും ഒക്കെ ആയിരുന്നു എന്ന് ഈ നാട്ടുകാരിൽ ചിലർ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. അപ്പോൾ വലിയ രീതിയിലുള്ള ചില വെളിപ്പെടുത്തലുകളാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ കൂടുതൽ നിഗൂഢത ഈ വിഷയത്തിൽ ഗോപൻ സ്വാമിയുടെ കുടുംബക്കാരുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു എന്നുള്ളത് ഉറപ്പാണ്.